കുഞ്ഞുങ്ങളെ കൊന്ന് ഇസ്രായേൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് കടന്നതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി നിറയുന്നു. അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ തെക്കൻ ഇറാനിലെ മിനാബ് മേഖലയിലെ സ്കൂളിൽ മിസൈൽ പതിച്ച് ലോകത്തെയാകെ കണ്ണീരിലാഴ്ത്തി. സ്കൂളിലെ മിസൈൽ ആക്രമണത്തിൽ 56 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഹോർമോസ്ഗൻ എന്ന സ്ഥലത്തുള്ള പെൺകുട്ടികൾക്കായുള്ള എലിമെന്ററി പ്രൈമറി സ്കൂളിലാണ് ആക്രമിക്കപ്പെട്ടത്. മരിച്ചവരെല്ലാം കൊച്ചു പെൺകുട്ടികളാണെന്നത് ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷ്വർഡ് പെൻഷൻ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവായി. ഇതിന്റെ ഭാഗമായാണ് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന അഷ്വർഡ് പെൻഷൻ സ്കീം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത്. 2026 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് അഷ്വർഡ് പെൻഷൻ സ്കീമോ നാഷണൽ പെൻഷൻ സ്കീമോ തെരഞ്ഞെടുക്കാം. ഇരവിപുരം സീറ്റിനെ ചൊല്ലി RSPയിൽ കലാപം തുടരുന്നു. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിസന്ധിക്ക് പിന്നിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച ജില്ലാ നേതാവ് K നൌഷാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി AA അസീസിനെയാണ് നേതാക്കൾ രാജിസന്നദ്ധത അറിയിച്ചത്. അതേസമയം സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും കാർത്തിക് പ്രേമചന്ദ്രനെ അംഗീകരിക്കാൻ ഷിബു ബേബി ജോൺ തയ്യാറായിട്ടില്ല. പാലക്കാട് MLAയും ബലാത്സംഗ കേസിൽ പ്രതിയുമായ രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട് MP VK ശ്രീകണ്ഠനും കൂടിക്കാഴ്ച നടത്തി. അടൂരിലെ സ്വകാര്യ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. ബലാത്സംഗ കേസിൽ രാഹുൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ഒരു കോൺഗ്രസ് നേതാവ് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഇതാദ്യമാണ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്രയിലെ പ്രധാനപ്പെട്ട അംഗമാണ് VK ശ്രീകണ്ഠൻ. സ്വർണ്ണ വിപണി കുതിച്ചുയരുകയാണ്. ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണവും പ്രത്യാക്രമണവും നടക്കുന്നതിനിടെയാണ് വിലക്കയറ്റം. ഇന്നുച്ചയ്ക്ക് ഗ്രാമിന് 365 രൂപയും പവന് 2920 രൂപയും കൂടി. ഇതോടെ ഗ്രാമിന് 15465 രൂപയും പവന് 1,23,720 രൂപയുമായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇതോടെ സ്വർണത്തിന് രേഖപ്പെടുത്തിയത്. കൊച്ചിയിൽ കേരള സ്റ്റോറി 2 കാണാൻ ആളില്ല. ഇന്ന് രാവിലെ 10:15 ന്യൂക്ലിയസ് മാളിലെ പാൻ സിനിമാസിൽ നടക്കേണ്ട ആദ്യ പ്രദർശനത്തിന്റെ ഷോയാണ് റദ്ദാക്കിയത്. കേരള സ്റ്റോറി ആദ്യ പ്രദർശനത്തിന് കൊച്ചിയിൽ ഒരു ബുക്കിംഗ് പോലും വന്നിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഷോ റദ്ദ് ചെയ്തത്. രണ്ടാമത്തെ ഷോ നടക്കുന്ന ഷേണൈസ് തിയേറ്ററിലും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഷോ ബുക്ക് ചെയ്തത്. വിവിധ ഇടങ്ങളിലായി 9 സ്ക്രീനുകളിലാണ് കേരള സ്റ്റോറി 2 പ്രദർശനം നടക്കുന്നത്. തിരുവനന്തപുരം കരമനയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളികളായ ഋത്തിക് എന്നിവരാണ് മരിച്ചത്. ബൈക്ക് ഫുട്പാത്തിൽ ഇടിച്ചായിരുന്നു അപകടം. ഹോട്ടൽ ജീവനക്കാരായ ഇവർ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഇറാൻ, ഇസ്രായേൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നീ മേഖലകളിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കേരളീയർക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. സഹായം ആവശ്യമുള്ള കേരളീയർക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളായ 8801232345, 1800425339 എന്നിവയിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം മാർച്ച് 11 മാറ്റിയതായി റിപ്പോർട്ടുകൾ. നേരത്തെ മാർച്ച് 6 സന്ദർശനം തീരുമാനിച്ചിരുന്നത്. മറൈൻ ഡ്രൈവിൽ ധീവര സഭയുടെ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. റെയിൽവേയുടേത് ഉൾപ്പെടെ മറ്റ് 2 പരിപാടികളും ഉണ്ടാകുമെന്നാണ് വിവരം. സ്വർണം പണയപ്പെടുത്തിയാൽ പോലും പണം നൽകരുതെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച D കാറ്റഗറിയിൽ നിന്ന് B കാറ്റഗറിയിലേക്ക് KSRTC ഉയർന്നെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. LDF അധികാരമേൽക്കുമ്പോൾ 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്നും യാത്രക്കാരെ KSRTCയിലേക്ക് തിരികെ എത്തിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം. 1-ാം തീയതി മൊത്തം ശമ്പളം നൽകാനുള്ള പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണ്. ധനമന്ത്രി സഹായിച്ചു. രണ്ടും ഇന്ന് സാധ്യമായെന്ന് മന്ത്രി പറഞ്ഞു.
ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.